Hi friends, welcome back to Fission Creations. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിലും രുചികരവുമായിട്ട് സോയ ചങ്ക്സ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മിനി സോയ ചങ്ക്സ് ആണ്. 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് അടച്ചു വെച്ച് 2 കൈ കൊണ്ട് വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആണിത്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് കീറിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്. ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സോയ ചങ്ക്സ് ഇപ്പോൾ പാകത്തിന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ചൂടായ ഒരു പാനിലേക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ട് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ സവാള കുറച്ച് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അങ്ങനെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ സോയ ചങ്ക്സ് നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.